ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈസ്റ്റർ ദിനത്തിലൊക്കെ ബി.ജെ.പി. നേതാക്കൾ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ സന്ദർശിക്കുന്നു. അങ്ങ് ഉൾപ്പെടെ കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷനെയൊക്കെ അങ്ങ് സന്ദർശിക്കുകയുണ്ടായി. പക്ഷെ ഇതൊരു എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ എലക്ഷനിൽ ഒരു താൽക്കാലിക ലാഭം നേടിയെടുക്കുക എന്ന ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നാടകമല്ല എന്ന് കൃത്യമായി തന്നെ ക്രൈസ്തവ സമുദായത്തെ ബോധ്യപ്പെടുത്താൻ ബി.ജെ.പിക്ക് സാധിക്കുമോ? പ്രത്യേകിച്ച് ഈ വിശുദ്ധ വാര ദിനത്തിൽ ബി.ജെ.പി. ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിൽ നടന്ന മലകയറ്റമൊക്കെ വലിയ രീതിയിൽ ഒരു ട്രോളിങ്ങിനൊക്കെ വിധേയമായിരുന്നു, പ്രത്യേകിച്ച് ബി.ജെ.പി. നേതാവ് രാധാകൃഷ്ണനെ ബേസ് ചെയ്തിട്ടൊക്കെ. അപ്പോൾ ഇതൊന്നും ഒരു നാടകമല്ല, ഒരു എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ല എന്നൊക്കെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ ബി.ജെ.പിക്ക് ഈ ഒരു ഘട്ടത്തിൽ സാധിക്കുമോ? ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ നോബിൾ മാത്യു. ഒന്ന്, ബി.ജെ.പി. നടത്തുന്ന പരിപാടികൾ കേരള ബി.ജെ.പി. മാത്രമായിട്ട് ചെയ്യുന്നതല്ല. ബി.ജെ.പിക്ക് ഒരു സംവിധാനമുണ്ട്, ഒരു ശ്രേണിയുണ്ട്. ആ ശ്രേണിയില് കേന്ദ്ര ബി.ജെ.പി. ഇട്ടുതരുന്ന പ്രോഗ്രാമുകളാണ് നമ്മൾ നടത്തുന്നത്. ആ കേന്ദ്ര ബി.ജെ.പി. കഴിഞ്ഞ ബി.ജെ.പിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് കൂടിയ സമയത്ത്, അതിനു മുമ്പത്തെ പ്രാവശ്യം കേന്ദ്ര ബി.ജെ.പി. പ്ലാൻ ചെയ്തതാണ് ക്രൈസ്തവ മേഖലയിലേക്ക് കൂടുതൽ അടുക്കുക. അങ്ങനെ അടുക്കുന്നത് വോട്ട് പ്രതീക്ഷിച്ചാകരുത്. കഴിഞ്ഞ പ്രാവശ്യം കൂടിയ നാഷണൽ എക്സിക്യൂട്ടീവിൽ പറഞ്ഞിരിക്കുന്ന മുസ്ലിം സമൂഹത്തിലേക്ക് കൂടുതൽ അടുക്കുക, അതും വോട്ട് പ്രതീക്ഷിച്ചാകരുത്. അവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുക, അവരിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുക. ഇത് മാത്രമേ പറയുന്നുള്ളൂ, വോട്ട് പ്രതീക്ഷിച്ചല്ല. ഞാനിപ്പം രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നതായതുകൊണ്ട് എനിക്കറിയാം, ഞാൻ ഇത്രയും ബി.ജെ.പി. ചെയ്തിട്ട് പോലും ഇപ്പോഴും നമ്മളെ എനിക്ക് വളരെ ഇഷ്ടമുള്ള, ഞാൻ ബഹുമാനിക്കുന്ന ഒരു സിസ്റ്റർ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അപ്പൊ അവരിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അങ്ങനെ എലക്ഷൻ അല്ല പ്രശ്നം. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എലക്ഷൻ ആ രീതിയിൽ എലക്ഷൻ ഓറിയന്റഡ് പാർട്ടിയല്ല. പാർട്ടിക്ക് ഒരു നയമുണ്ട്, ആ നയം അനുസരിച്ച് മുന്നോട്ട് പോകുന്നു. പാർട്ടിക്ക് ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, ആ പ്രത്യയശാസ്ത്രം അനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ആ പ്രത്യയശാസ്ത്രത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന തെറ്റിദ്ധാരണകൾ മാറ്റുക എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ കാര്യം. അതുകൊണ്ട് മലയാറ്റൂര് ഇപ്പം അവിടെ മല കയറാൻ പോയി ട്രോളുകളൊക്കെ വരും, ഇതൊക്കെ വന്നോട്ട്. പക്ഷെ ഈ പറയുന്നവര് തന്നെ, ഇപ്പൊ കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട സതീശൻ ഒരു പെന്തിക്കോസ് സമ്മേളനത്തിൽ ചെന്ന് വലിയ രീതിയിൽ സുവിശേഷം പ്രസംഗിച്ചു തിരുവല്ലയിലെടുത്ത് കഴിഞ്ഞ ദിവസം. അപ്പം ഇവരെല്ലാം പറയുന്നത്, ഇവരെല്ലാം വരട്ടെ, യേശു ഭഗവാനിലേക്ക് വരട്ടെ, അല്ലെങ്കിൽ ഈശോമിശിഹയിലേക്ക് വരട്ടെ എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. കാരണം ഒരു ഈശോമിശിഹ സ്ഥാപിച്ച സഭ, ആ സഭ ഒരിക്കലും വിദ്വേഷത്തിന്റെ സഭയല്ല. ആ സഭ എല്ലാവരെയും സ്നേഹിക്കുന്ന സഭയാണ്. ആ സഭ എല്ലാവർക്കും സേവനം ചെയ്യുന്ന സഭയാണ്. ആ സഭയില് തന്നെ നമ്മുടെ മാർപ്പാപ്പമാർ പുറപ്പെടുവിച്ചിരിക്കുന്ന ചാക്രിക ലേഖനങ്ങൾ, ആ ചാക്രിക ലേഖനങ്ങളുടെ സമ്പത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്, റേരും നൊവാരും. ആ സമ്പത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പറയുന്നത് എന്താണ്? നമ്മളെ സ്വത്തിന്റെ ഈ ഭൂമിയിലെ സംരക്ഷകർ മാത്രമാണ്, അല്ലാതെ ഇതെല്ലാം നമ്മുടെ സ്വന്തമല്ല. ഇതേ കാഴ്ചപ്പാടൊക്കെ തന്നെയാണ്, ഇതേ ആശയം ബി.ജെ.പിയുടെ പ്രത്യയശാസ്ത്രം തന്നെയാണ്. പ്രത്യയശാസ്ത്രം ഇതിനു മുമ്പ് ബി.ജെ.പി. ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞു, അതുപോലെ അനാവശ്യമായ സ്വത്തുണ്ടാക്കരുത്. ഇങ്ങനെ അഴിമതി കോൺഗ്രസ്സുകാരും കേരള കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും ഒക്കെ അഴിമതി നടത്തുന്നതും ജനങ്ങൾക്ക് അറിയാം. അപ്പൊ ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണം. ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് നമ്മൾ കാണുന്നില്ല. ഇലക്ഷന് വരും പോകും. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ, ഞാൻ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും സന്ദർശിക്കുകയുണ്ടായി, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ രാഹുൽ ഗാന്ധി താടി വടിക്കുകയോ താടി ക്ലീൻ ഷേവ് ചെയ്യുകയോ രാഹുൽ ഗാന്ധി തലയും കുത്തി നിൽക്കുകയോ ഇവരെല്ലാം കൂടെ ഒന്നാവുകയോ ചെയ്താലും ഒരു സംശയവും വേണ്ട, 400-ലധികം സീറ്റുമായിട്ട് ബി.ജെ.പി. വരാൻ പോവുക. അപ്പൊ അതിൻ്റെ അകത്ത് കേരളത്തിൽ നിന്ന് എന്ത് സംഭാവന കൊടുക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ നോക്കുകയാണ്. അത് കാരണം ഇന്ത്യൻ രാഷ്ട്രീയം ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയം ശരിയുടെ രാഷ്ട്രീയവും തെറ്റിന്റെ രാഷ്ട്രീയവും തിരിച്ചറിഞ്ഞുകൊണ്ട് പോയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എലക്ഷന് വേണ്ടി ഒരു ജിമ്മിക്ക് കാണിക്കേണ്ട പരിപാടിയൊന്നും ഭാരതീയ ജനതാ പാർട്ടിക്കില്ല. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഞാനും ഒരു റബ്ബർ കർഷകനാണ്, എനിക്കും ഇഷ്ടമാണ്. ഞാൻ റബ്ബർ ഒക്കെ ആദായകരമല്ല കൊണ്ടാണ് എറണാകുളത്ത് വന്ന് പ്രാക്ടീസ് ചെയ്ത് ജീവിക്കുന്നത്. അപ്പൊ എന്റെ കാരണവന്മാര് ഒക്കെ താമസിച്ചിരുന്ന അതേ ഒരു സ്റ്റാൻഡേർഡിൽ ജീവിക്കണമെങ്കിൽ ആ റബ്ബർ കൃഷി കൊണ്ട് മാത്രം സാധിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ ആ റബ്ബറിന് വില കൂടി കിട്ടുന്നത് നമുക്കും ഇഷ്ടമാണ്. പക്ഷെ റബ്ബറിന്റെ വില കൂടുമ്പോൾ തന്നെ 1980 ബഹുമാനപ്പെട്ട നയനാര് വന്ന് അന്ന് ഒരു പർച്ചേസ് ടാക്സ് എടുത്തു റബ്ബറിന്. അന്ന് പർച്ചേസ് ടാക്സ് വന്നപ്പോ കേരളത്തിൽ നയനാര് പറഞ്ഞു, ചിലരൊക്കെ 2 ഏക്കർ ഉള്ളവർ ബെൻസ് അവരുടെയൊക്കെ പള്ളക്കടിച്ചപ്പോ CPM അതേ. പണ്ട് കേരള കോൺഗ്രസ് ഉണ്ടായപ്പോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ
കേരള കോൺഗ്രസ്സുകാരെ ക്രിസ്ത്യാനികളെ ആക്ഷേപിച്ചിരുന്നത് കടൽ കൊള്ളക്കാരും കായൽ രാജാക്കന്മാരും എന്ന രീതിയിലാണ് ആക്ഷേപിച്ചാണ് അവരൊക്കെ നടന്നിരുന്നത്. ഇതൊക്കെ കേരളത്തിലെ ഒരു സമൂഹം എന്നുള്ളതിനെ എല്ലാവർക്കും അറിയാം. പക്ഷെ രാഷ്ട്രീയമായിട്ട് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് കോൺഗ്രസിന് ആ വോട്ടുകൾ പോയി. ഇന്ന് അത് മാറും എന്ന് കണ്ടപ്പോൾ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് നയങ്ങളില്ല. ആ നയങ്ങളില്ലാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് മാറുന്നത്. BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നു, കൂടുതൽ വികസനത്തിലേക്ക് ഭാരതത്തെ കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒന്നാമതായിട്ട് ചെയ്യണം, ഈ മതങ്ങള് ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഒക്കെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായിക്കൊണ്ട് മുഴുവൻ ജനങ്ങളുടെയും വികസനം ലക്ഷ്യമായിക്കൊണ്ടാണ് BJP മുന്നോട്ട് പോകുന്നത്. ആ മുന്നേറ്റത്തിൽ കേരളത്തിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളിൽ പിന്നോക്കം പോയ ക്രൈസ്തവ വിഭാഗം അവരെയും ഒത്തുചേർന്ന് നിന്നുകൊണ്ട് അവരെയും ആ രീതിയിൽ ആ ഓട്ടത്തിൽ അവരെയും കൂടെ ഒരു മുഴം മുമ്പിൽ ഓടിക്കുവാൻ വേണ്ടിയുള്ള അവർക്ക് അതിന് പ്രാപ്തി ഉണ്ടാകുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് BJP നടപ്പിലാക്കാൻ പോകുന്നത്. അതിന് കേരളത്തിലെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കണം. പിന്നെ ആലഞ്ചേരി പിതാവിനെയും പാമ്പ്ലാനി പിതാവിനെയും പിതാക്കന്മാരെ വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് ശ്രമമെങ്കിൽ അത് ഞങ്ങൾ സമ്മതിക്കില്ല. അവിടെ ഞങ്ങൾ ശക്തമായിട്ട് തിരിച്ചടിക്കും. പിന്നെ വേറെ ചിലരുണ്ട്, ചില സമൂഹമുണ്ട്. ഇപ്പൊ അനുസരണ ഇല്ലാത്ത ഒരു സമൂഹം നമ്മുടെ ക്രൈസ്തവ കത്തോലിക്ക സമൂഹത്തിലുണ്ട്. അനുസരണ ഇല്ലാത്ത സമൂഹം എന്താ ചെയ്തതെന്നൊക്കെ അറിയാം. കഴിഞ്ഞ കുറെ കാലങ്ങളില് വിധ്വംസക പ്രവർത്തനങ്ങൾ അവർ നടത്തി അവരെ സഹായിക്കുവാൻ വേണ്ടി കൂടെ നിന്ന മുസ്ലിം തീവ്രവാദികൾ അവരാണ് അവരെ സഹായിക്കാൻ കൂടെ നിന്നത്. അപ്പൊ അവരെയൊക്കെ വെച്ചുകൊണ്ട് അവരാണ് സഭ എന്ന് പറഞ്ഞുകൊണ്ട് ചില കളികൾ കളിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അതും ഞങ്ങൾ സമ്മതിക്കില്ല എന്നുകൂടെ പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കാം.